അപ്പം 6 മാസം കഴിഞ്ഞ് ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ ഉള്ളിൽ ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ കോശങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2023 ക്യാൻസർ സ്ഥിരീകരിച്ചു. പാലാ മാർസ്ലിവയിലാണ് ക്യാൻസർ ആണെന്ന് അറിയുന്നത്. ലങ്സിലായിരുന്നു ക്യാൻസർ. 4th സ്റ്റേജ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ചികിത്സിക്കാനുള്ള മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട് പോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് 4th സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ടുള്ള ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. 5 കീമോ എടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കീമോ ഒന്നും എഫക്റ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. ബയോപ്സിയുടെ റിസൾട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പം ലങ് ക്യാൻസർ തന്നെ ആൽക്ക് എന്ന് പറയുന്നതാണ് പോസിറ്റീവായിരിക്കുന്നത്. അതുകൊണ്ട് ക്രൈസോറ്റിനിക് എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിനെ ഇതിന് പ്രതിവിധിയുള്ളൂ എന്ന് പറഞ്ഞു. അതിന് 1 മാസത്തേക്ക് 1,20,000 രൂപ വേണ്ടി വരും എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സനിൽ എന്നാണ്. ആൾക്ക് പോസിറ്റീവ് ആയതിനു ശേഷം ഈ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 1 മാസം 1,20,000 രൂപയാണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് എല്ലാവരുടെയും ഇടപെടലുണ്ടായതും ഞങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരികയും ചെയ്തത്. ഞങ്ങൾ ഉടമ്പടി പ്രമാണമോ അങ്ങനെയുള്ളതൊന്നും വിശ്വാസമോ അങ്ങനെയൊന്നും ചെയ്തിരുന്ന ആൾക്കാരല്ല. അപ്പോഴാണ് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു കൊച്ച് നിങ്ങളിത് വിശ്വസിക്കുമോ അറിയത്തില്ല എന്നും പറഞ്ഞ് ഞങ്ങളുടെ കൊണ്ട് ഉടമ്പടി തൈലവും ഉപ്പും നൽകിയത്. അതിനുശേഷം ഞങ്ങൾ മുടങ്ങാതെ എന്നും പ്രാർത്ഥനയും ഈ തൈലം പുരട്ടുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഈ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് 6 മാസത്തിന് ശേഷം സ്കാനിങ് പറഞ്ഞിരുന്നത്. അപ്പം ഈ ഉടമ്പടി തൈലം പുരട്ടി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസം അനുഭവപ്പെട്ടു. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു വാക്ക് പറയുമ്പോൾ തന്നെ ഞാൻ ചുമയ്ക്കുമായിരുന്നു. ബ്ലഡായിരുന്നു വരുന്നത് ചുമച്ച് കഴിയുമ്പം. അതുപോലെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ചുമയ്ക്ക് നല്ല വ്യത്യാസം വരികയും സംസാരിക്കാനൊക്കെ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം 6 മാസം ആയപ്പോഴത്തേക്കിന് സ്കാനിങ് എടുത്തപ്പോൾ എൻ്റെ ഉള്ളിൽ, അതായത് എൻ്റെ വലത്തെ ലെൻസ് കംപ്ലീറ്റ് സ്പ്രെഡായിരുന്നു. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ തൊട്ടടുത്ത് വരെ ക്യാൻസറിൻ്റെ ചെറിയ ഇത് കംപ്ലീറ്റ് സ്പ്രെഡായിരുന്നു. പെടലിയുടെ 2 സൈഡിലും ബോൾ പോണക്ക് ഇതായിരുന്നു. അപ്പം 6 മാസം കഴിഞ്ഞ് ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. എൻ്റെ ഉള്ളിൽ ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസറിൻ്റെ കോശങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു അസുഖം ഇല്ല എന്ന് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെയുള്ള ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളോ അങ്ങനെയുള്ളതൊന്നും അല്ലായിരുന്നു. വിശ്വാസമില്ലാത്ത എന്നെ ശരിക്കും മാതാവ് വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക്, അതായത് കൃപാസനത്തിലേക്ക്, ഇപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. എല്ലാ പ്രാവശ്യവും വരുമ്പം എന്നാ പറയുന്നത്, എനിക്ക് കൂടുതൽ വിശ്വാസവും ഇതിലേക്ക് ഒരു ഇതുമാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും നല്ലൊരു മുന്നേറ്റവും ആ രീതിയിലുള്ള ഇതാണ്. ഞങ്ങളിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയും ഞങ്ങളുടെ അനുഭവം പറയുകയും അതിൽ നിന്ന് മറ്റുള്ളവർ ഇതിലേക്ക് വരികയും അവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറയുകയും ചെയ്തപ്പം അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. എല്ലാ അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ്. മുമ്പോട്ടും ഇതുപോലെ ഉടമ്പടി പ്രമാണങ്ങൾ വിശ്വാസപ്രകാരം മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ്. എല്ലാ മാസവും ഇവിടെ വരാനും ഇതിൽ പങ്കാളികളാകുവാനും ഞങ്ങൾക്ക് കഴിയണമെന്ന് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ മെഡിസിൻ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. ഈ 1,20,000 രൂപ എന്ന് പറയുന്നത് 90,000 രൂപയായിട്ട് ഞങ്ങൾക്കൊരിതിൽ കിട്ടിയായിരുന്നു. പക്ഷേ എങ്കിലും എല്ലാ മാസവും ഈ ഒരു തുകയെന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ ഇങ്ങനൊരിത് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ടാറ്റ 1mgയുടെ ഒരു പ്രോഗ്രാമിൽ ഇത് ഉൾപ്പെടുത്തിയിട്ട് ഇനിയും ഒരു കുറച്ച് മാസങ്ങൾ കൂടി മാത്രം ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മെഡിസിൻ ഫ്രീ ആയിട്ട് തരാം എന്നുള്ള ഒരു ഇതും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അതൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ എല്ലാ നല്ല അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും കർത്താവിനോടും ഞങ്ങൾ നന്ദി.
അതുപോലെ തന്നെ ഒരു കിട്ടിയ ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ അവിടെ കുഴൽക്കിണർ അടിച്ചിട്ട് ആദ്യത്തെ ഒരു കുഴൽക്കിണർ അടിച്ചു. 750 അടിയാണ് അടിച്ചത്. വെള്ളം കിട്ടിയില്ല. ഇപ്പോൾ ഫെബ്രുവരിയിൽ അമ്മയുടെ ഉപ്പിട്ട് സ്ഥാനം കണ്ട് എടുത്ത് 630 അടിക്ക് വളരെ സമൃദ്ധമായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ അനുഗ്രഹം മാത്രമാണത്. കാരണം അപ്പുറത്തുള്ള വീട്ടിലൊക്കെ അടിച്ചിട്ട് ഒരു വീട്ടിൽ വെള്ളം കിട്ടിയില്ല. അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സമൃദ്ധമായിട്ട് അമ്മ വെള്ളം തന്ന് അനുഗ്രഹിച്ചു. അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണത് സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എൻ്റെ പേര് രാജി എന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സനിൽകുമാർ. ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിരുന്നു, ഹിന്ദുമത വിശ്വാസി. അതുകൊണ്ട് തന്നെ അമ്മ എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിൽ ഈ സന്നിധിയിൽ നിന്ന് ഇതുപോലെ പറയാൻ പറ്റിയതിനും ഞാൻ അമ്മയോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ മറ്റുള്ളവരുടെ കരുണയിൽ ജീവിച്ചുകൊണ്ടിരുന്നവർ ഒരു സമയമായിട്ട് പോലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. റൂം എടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ള ഇങ്ങനെ വെറുതെ നിലങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെ കാണുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താ ആര് തന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റൂം എടുത്ത് താമസിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നു. അതുപോലും ഇല്ലാത്ത ഒരുപാട് പേര് മാസങ്ങൾ കൊണ്ട് അവിടെ കിടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ മുന്നിൽ കഥകൾ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതിലൊരു വീതം ആഹാരം ഒരു നേരത്തേക്കാണെങ്കിലും മേടിച്ച് കഴിക്കണം, കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞ് കൊടുക്കാനായിട്ടുള്ളൊരു അവസരം കണ്ടെത്തുമായിരുന്നു. പിന്നെ പത്രം, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഞങ്ങളുടെ കുടുംബശ്രീയിലുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് ആദ്യമേ കൊണ്ട് ഈ പത്രം കൊണ്ട് തരുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഹിന്ദുമത വിശ്വാസി ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ പത്രം കൈകൊണ്ട് മേടിച്ചില്ല. എനിക്ക് വേണ്ട, ഇതെന്ത് ചെയ്യാനാണ് ഞാൻ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു. എന്നോട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കണ്ട, നിങ്ങൾ തന്നെ മേടിച്ചോ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് നിരസിച്ചു. അമ്മയുടെ അത്ഭുതം എന്ന് പറയട്ടെ, കഴിഞ്ഞ 3 തവണയായിട്ട് ആ പത്രം എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഞാൻ തന്നെ കൊടുത്ത് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെയും കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും ഓരോരുത്തരോട് പോയി അവിടെ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള അവസ്ഥയിലേക്ക് അമ്മ എന്നെ എത്തിച്ചു. ഞാൻ അമ്മയോട് അതിന് നന്ദി പറയുന്നു. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നുമില്ല. അമ്മയ്ക്ക് ആര് പ്രാർത്ഥിച്ചാലും അമ്മ സാധിച്ചു തരും. എല്ലാവരുടെയും വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണത്. ഇവിടെ നിന്ന് ഇത് പറയാൻ സാധിച്ചതിൽ, ഈ പ്രത്യക്ഷത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിൽ ഞാൻ അമ്മ മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ അമ്മയുടെ ദാസിയായി കഴിഞ്ഞോളാമെന്നും പ്രാർത്ഥിച്ചു.